നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മെ ഓർക്കുന്ന, നമുക്ക് വേണ്ടി മനസ്സറിഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യുന്ന മക്കൾ, അതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. നമ്മളോട് ചോദിക്കുക, എൻ്റെ മക്കൾ അങ്ങനെയാകുമോ? എൻ്റെ മക്കൾ അങ്ങനെയാണോ? അങ്ങനെ ആയിട്ടില്ലെങ്കിൽ നമ്മൾ വേദനിക്കേണ്ടി വരുന്ന ചില ഘട്ടങ്ങളുണ്ടെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്ന് സൂറത്തു തഗാബുനിലെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഏ ഈമാനുള്ള മനുഷ്യരെ, ഇന്നമിൻ അസുവാജിക്കും വ ഔലാദിക്കും അദുവ്വല്ലക്കും, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹ്ദറുഹും, നിങ്ങൾ സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം. ഫഹ്ദർ എന്ന അറബി പദത്തിന് അതിന്റെ യഥാർത്ഥ മലയാളം ജാഗ്രത പാലിക്കണമെന്നാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നത്, വ ഇൻ തഅഫു, നിങ്ങൾ അവരോട് വിട്ടുവീഴ്ച ചെയ്യണം. വ തഗ്ഫിറു, നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കണം. അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്. അപ്പൊ നമ്മളെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടടുത്ത് നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ, നമ്മൾ കൊടുക്കേണ്ടത് പോലെ കൊടുത്തിട്ടില്ല എങ്കിൽ, നമ്മൾ പഠിപ്പിക്കേണ്ടത് പോലെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ, നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ മക്കൾ നമുക്കെതിരെ ശത്രുക്കളായി മാറും. വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലാഹുവിനോട് മക്കൾ പറയുന്നുണ്ട്, റബ്ബന അരിനൽ ലദൈനി അളല്ലാന മിനൽ ജിന്നി വൽ ഇൻസ്, ഞങ്ങളെ വഴിപഠിപ്പിച്ച, ഞങ്ങൾക്ക് മതമെന്താണെന്ന് പറഞ്ഞു തരാത്ത, ധാർമ്മിക ബോധം എന്താണെന്ന് പറഞ്ഞു തരാത്ത, ഹിജാബിന്റെ മഹത്വം ബോധ്യപ്പെടുത്തി തരാത്ത ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? നജഅൽഹുമാ തഹ്ത അഖ്ദാമിന, ഞങ്ങളുടെ കാലിനടിയിലിട്ട് ഞങ്ങൾ അവരെ ഒന്ന് ചവിട്ടട്ടെ. ധാരാ പറയുന്നത് നമ്മുടെ മക്കളാണ്. ഞാൻ ചോദിക്കട്ടെ, മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സത്യവിശ്വാസികളോട്, നമ്മളെല്ലാവരും അധ്വാനിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? എല്ലുമുറിയെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് പലരുടെയും ആട്ടും തുപ്പും കേട്ട് വെയിലും മഴയും വകവെക്കാതെ ആർക്ക് വേണ്ടിയാ പ്രിയപ്പെട്ടവരെ നമ്മൾ അധ്വാനിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഈ മക്കൾ നാളെ റബ്ബിന്റെ കോടതിയിൽ എനിക്കും നിങ്ങൾക്കും കൈ ചൂണ്ടിയാൽ, നമുക്കെതിരെ കൈ ചൂണ്ടിയാൽ, നമുക്ക് റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഉത്തരവാദിത്തം നമ്മൾ മറന്നു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാവരും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്, എല്ലാവരും ജനിച്ചു വീഴുന്നത് നല്ല മനുഷ്യരായിട്ടാണ്. അടുത്ത വാചകം എന്താണെന്നോ, വഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി, അവന്റെ മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നത്, ക്രിസ്ത്യാനിയാക്കുന്നത്, മജൂസിയാക്കുന്നത്. ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? അവന്റെ മാതാപിതാക്കളാണ് അവനെ നല്ലവനാക്കുന്നത്, ചീത്തയാളാക്കി മാറ്റുന്നത്. വളരുന്ന സാഹചര്യമാണ്, വളർത്തുന്നവരുടെ വളർത്തു ദോഷമാണ് അവർ ചീത്തയാകാൻ കാരണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യാൻ ചിലതുണ്ട്. അതിലൊന്ന്, മനസ്സറിഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു തട്ടിക്കളയാത്ത പ്രാർത്ഥനയുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ആരുടെ പ്രാർത്ഥനയാണ്? അത് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്, മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. ഇവിടെ ഇരിക്കുന്നവരോട്, നമ്മളെല്ലാവരും ജീവിതത്തിൽ ആദ്യമായി ജോലിക്കിറങ്ങി പോകുമ്പോൾ നമ്മൾ കൈപിടിച്ച് അവസാനം യാത്ര പറഞ്ഞ ഒരാളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ. കൈപിടിച്ച് യാത്ര പറയും ഉമ്മയോട് നമ്മൾ പറഞ്ഞൊരു വാചകമുണ്ട്, ഉമ്മ ജോലി കിട്ടുമോ, എന്നെ അവിടെ സ്ഥിരാക്കോ, ഒരുറപ്പില്ല, പ്രാർത്ഥിക്കണം. ഉമ്മ കൈപിടിച്ച് മാറിലേക്ക് ചേർത്ത് പിടിച്ച് നെറ്റിത്തുടത്തിൽ ഒരു മുത്തം നൽകി പറയുന്നൊരു വാചകമുണ്ട്, എൻ്റെ കുട്ടിക്ക് വേണ്ടി ഉമ്മ പ്രാർത്ഥിക്കും. ലോകത്തൊരു മനുഷ്യനും കൊടുക്കാൻ കഴിയാത്ത കോൺഫിഡന്റ് ആണ് ഒരു ഉമ്മക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, മനസ്സറിഞ്ഞെന്നെങ്കിലും ഫുൾ A+ കിട്ടണം മോന് എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരമായി, എൻ്റെ മോനൊരു നല്ല മോനാക്കണേ അല്ലാ, ധാർമ്മിക ബോധമുള്ള, സംസ്കാര സമ്പന്നനായ, 5 നേരം നിസ്കരിക്കുന്ന, ഒരാളെ കൊണ്ടും പറയിപ്പിക്കാത്ത, എന്നാൽ ഭൗതിക തലത്തിൽ ഏറ്റവും ഉന്നതമായ നിലവാരം പുലർത്തുന്ന, വിദ്യാഭ്യാസം നേടുന്ന ഒരു മകനാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒരിക്കലും നന്നാവുകയില്ല. നിങ്ങൾ നോക്കൂ, പ്രവാചകന്മാരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് വേണ്ടി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ എന്റെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മൾ ശിർക്കിൽ നിന്നും രക്ഷപ്പെട്ട് തൗഹീദിന്റെ വെളിച്ചം കിട്ടിയവരെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ്. എന്നെങ്കിലും എൻ്റെ മക്കൾ ശിർക്കിന്റെ വിശ്വാസത്തിലേക്ക്, ശിർക്കിന്റെ ആചാരങ്ങളിലേക്ക്, ശിർക്കിന്റെ ആഘോഷങ്ങളിലേക്ക് എൻ്റെ മക്കൾ ഉണ്ടോ എന്ന് ചിന്തിക്കാനും ആലോചിക്കാനും
പരിശോധിക്കാൻ പോലും പല രക്ഷിതാക്കൾക്കും ഇന്ന് സാധിക്കുന്നില്ല. ഹിജാബില്ലാത്ത പോകണമെങ്കിൽ എൻ്റെ മക്കൾ പോയിക്കോട്ടെ, എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാരുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെന്താ കുഴപ്പം? നിങ്ങളെ മഞ്ഞ കണ്ണടൊന്ന് മാറ്റിവെച്ചാൽ മതി, അതുമാത്രമാണ് പ്രശ്നമെന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രവാചകൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും ദുആ ചെയ്യുന്നുണ്ട്. റബ്ബി ജഅൽനി മുഖീമസ്സലാ, അല്ലാഹുവേ ഞങ്ങളെ നീ മുഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ. വമിൻ ദുർരിയത്തി, അല്ലാഹുവേ എൻ്റെ മക്കളിൽ നിന്നും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ. എന്നെങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, സുബഹിക്ക് പള്ളിയിലേക്ക് നമ്മൾ പോകുമ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന മോനെ പിടിച്ചിട്ട് ഓൻ്റെ കയ്യും പിടിച്ചിട്ട് പള്ളിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കണം. 12ാം ക്ലാസ് പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ വീട്ടിലുണ്ട്. എന്നെങ്കിലും നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോൾ മക്കളെയും കൈപിടിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അവർ നന്മകൾ കാണേണ്ടത്, നന്മകൾ കേൾക്കേണ്ടത്, നന്മകൾ പഠിക്കേണ്ടത്, അത് പരിശീലിക്കേണ്ടത് നമ്മുടെ മടിയിൽ നിന്നാണ്. എവിടെ നിന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ പഠിക്കുക? ഗാനമേളക്ക് നമ്മൾ ഒന്നിച്ചു പോയിരുന്നു. പുതിയ ടാക്കീസ് വന്നപ്പോൾ പുതിയ സിനിമ കാണാൻ നമ്മൾ ഒന്നിച്ചു പോയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എല്ലാ തോന്നിയാസത്തിനും വാപ്പ മാതൃകയാണ്. പക്ഷെ ഒരു നന്മക്കും വാപ്പ മാതൃകയല്ലെങ്കിൽ അള്ളാന്റെ കോടതിയിൽ ഈ മക്കൾ വരും, മക്കൾ നമുക്കെതിരെ സംസാരിക്കും. അങ്ങനെ ഒരു ഗതി വരാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ, മനസ്സറിഞ്ഞ് മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഏറ്റവും നല്ല അള്ളാഹുവിന്റെ അടിമകളെ പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ പ്രാർത്ഥനയായി അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുൻ, എൻ്റെ ഭാര്യമാരിൽ നിന്ന് മക്കളിൽ നിന്നും എനിക്ക് കൺകുളിർമ തരണേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. എത്രത്തോളം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടിയാണ് ബന്ധപ്പെടേണ്ടത്, എന്നാൽ നിങ്ങളുടെ മക്കളെ ഒരു ഉപദ്രവവും ബാധിക്കുകയില്ല എന്ന് പഠിപ്പിച്ചു തന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മളെന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മക്കളോട് കരുണ കാണിക്കണം, ആർദ്രത കാണിക്കണം, സ്നേഹം കാണിക്കണം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിലും നമുക്ക് മാതൃകയാണ്. എത്ര മനോഹരമാണ് ആ ജീവിതം, എത്ര രസകരമാണ് ആ ജീവിതം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളാണെങ്കിൽ ഏത് സമയത്തും മക്കളെ ചീത്ത പറയുകയും ശിക്ഷിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഒരു പിതാവിന്റെ ഉത്തരവാദിത്തമെന്നാണ് ചില രക്ഷിതാക്കൾ മനസ്സിലാക്കിയത്, ചില പിതാക്കൾ മനസ്സിലാക്കിയത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ചില മക്കൾക്ക് മാതാപിതാക്കൾ, പിതാവ് വീട്ടിലേക്ക് വരുന്നു എന്ന് തന്നെ പറയുന്നത് പേടിയാണ്. മാത്രമല്ല ചില ആളുകൾക്ക് വെറുപ്പാണ്. ചില ആളുകൾ വർഷങ്ങളായി പിതാവിനോട് മിണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയുള്ള വീടുകൾ നമ്മുടെ ചുറ്റുപാടുകളിലും ഉണ്ട് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മക്കളെ ചുംബിക്കുക എന്നത് മക്കളോടുള്ള കാരുണ്യത്തിന്റെ അടയാളമാണ്. നമ്മൾ ചുംബിക്കുന്ന പ്രായം 2 വയസ്സ് 3 വയസ്സ്, അത് കഴിഞ്ഞാൽ പിന്നെ മക്കളെ ചുംബിക്കൂല. അങ്ങനെ എവിടെ നിന്നാണ്? ഒരിക്കൽ അഖ്റബ് ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരക്കുട്ടികളെ പിടിച്ച് ചുംബിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടുകൂടി, ആശ്ചര്യത്തോടുകൂടി റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്നലി അശ്റതം മിനൽ വലദ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് 10 കുട്ടികളുണ്ട്, മഖബ്ബൽതു മിൻഹും അഹദ, അതിലൊരു കുട്ടിയെപ്പോലും ഞാൻ ഇന്നുവരെ ചുംബിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ? മല്ലാ യർഹമു ലാ യുർഹം, നിന്റെ ഹൃദയത്തിൽ കാരുണ്യമില്ലാത്തതിന് ഞാൻ ഉത്തരവാദിയാണോ? കരുണയുള്ളവനോട് അള്ളാഹു കരുണ കാണിക്കും. മക്കളെ ചുംബിക്കുക എന്നത് മക്കളോടുള്ള കാരുണ്യമാണ്. അങ്ങനെ കാരുണ്യം കാണിച്ചാലേ അള്ളാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ ചേർത്തു പിടിക്കണം, അവരെ സ്നേഹിക്കണം, അർഹിക്കുന്ന പരിഗണന കൊടുക്കണം. അവർക്ക് തോന്നണം എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനമുണ്ട്. അവരുടെ വാക്കുകൾ ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ, പരിഗണിക്കേണ്ടതാണെങ്കിൽ നമ്മൾ പരിഗണിക്കണം. അല്ലെങ്കിൽ അവഗണിക്കേണ്ടതാണെങ്കിൽ എന്തുകൊണ്ട് അവഗണിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ആരുമല്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല എന്ന ചില ഡയലോഗുകൾ നമ്മൾ പലപ്പോഴും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നിടത്ത്, അവരോട് കരുണ കാണിക്കുന്നിടത്ത്, അവരോട് സ്നേഹം കാണിക്കുന്നിടത്ത്, നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിന്റെ മുകളിൽ നിന്ന് ഖുതുബ പറയുകയാണ്. പ്രവാചകന്റെ പള്ളിയിലേക്ക് 2 ചെറിയ മക്കൾ, 1.5-2 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ നടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചുവന്ന ഉടുപ്പിട്ട് 2 കുട്ടികൾ വരുന്നുണ്ട്. അതാരാണ്? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വയംഷിയാനി വയഅ്തിറാനി, അവർ നടക്കുന്നുണ്ട്, അവർ വീഴുന്നുണ്ട്, അവർ നടക്കുന്നു, അവർ വീഴുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മിമ്പറിന്റെ മുകളിൽ നിന്നത് കണ്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. വഖതഅ്തു ഹദീസി, എൻ്റെ ഖുതുബ ഞാൻ നിർത്തി, മിമ്പറിന്റെ മുകളിൽ നിന്ന് ഞാൻ ഇറങ്ങി, എൻ്റെ കുട്ടികളെ ഞാൻ വാരിയെടുത്തു, ഞാൻ അവർക്ക് നെറ്റിത്തടത്തിൽ മുത്തം നൽകി, സഹാബത്തിനോട് ഓതിക്കൊടുത്തു, ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തൊക്കെ പരീക്ഷണമാണ്. നമ്മുടെ മക്കൾ പടച്ചോൻ നമുക്ക് തന്ന പരീക്ഷണമാണ്. ആ ഒരു ബോധം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം.
ആ ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാന്റെ റസൂൽ നിസ്കരിക്കുന്ന സമയത്ത് ദീർഘമായി നിസ്കരിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ അള്ളാന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞിട്ട് പറയാ, ഒന്ന് കുറെ ഓതി നിസ്കരിക്കണമെന്ന് വിചാരിച്ച ദിവസമായിരുന്നു. ഒരു കുട്ടീന്റെ കരച്ചിൽ കേട്ടപ്പോൾ എന്റെ മനസ്സൊന്ന് പതറി. പടച്ചോനെ, ആ ഉമ്മത്ര കഷ്ടപ്പെടുന്നുണ്ടാകും, ആ ഉമ്മത്ര വേദനിക്കുന്നുണ്ടാകും. ഈ കാരുണ്യത്തിന്റെ പ്രവാചകനെയാണ് തീവ്രവാദിയും ഭീകരവാദിയുമായി ആളുകൾ ഇന്ന് ചാപ്പ കുത്തിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കണം പ്രിയപ്പെട്ടവരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പഠിക്കണം പ്രിയപ്പെട്ടവരെ മക്കളോടുള്ള സ്നേഹവും കാരുണ്യവും ആരിൽ നിന്ന്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖി മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നവരാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, മക്കളെ സ്നേഹിക്കണം, അവരോട് കരുണ കാണിക്കണം. മൂന്നാമത്തത്, മക്കൾക്ക് വളരാൻ ആവശ്യമായ ഇസ്ലാമികമായ ഗൃഹാന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കണം. അത് ഏറ്റവും പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മുടെ വീടിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഒരു ജീവനുള്ള വീട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ഓർക്കുന്ന വീടാണ്. ജീവനില്ലാത്ത വീടെന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഓർക്കാത്ത വീടാണ്. അപ്പം നമ്മുടെ വീട് ജീവനുള്ള വീടാണോ ജീവനില്ലാത്ത വീടാണോ? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ആരാണ്? പിശാചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യണം, സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്യണം. ആ വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടും. പിശാചിന്റെ പണി എന്താണ്? മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. ഭാര്യനെയും ഭർത്താവിനെയും തെറ്റിക്കുക, മാതാപിതാക്കളെയും മക്കളെയും തെറ്റിക്കുക, കുടുംബം തെറ്റിക്കുക, ധാർമ്മിക രംഗത്തുനിന്ന് അധർമ്മത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോവുക, സമൂഹത്തെ കൊണ്ടുപോവുക. ഇതാണ് പിശാചിന്റെ പണി. ഈ പിശാചിനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ നമ്മുടെ വീട്ടിൽ എപ്പോഴും വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഉണ്ടാകണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മർഫൂആയ ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്ടിലുണ്ടാകുന്ന 4 ബറക്കത്തുകളുണ്ട്. 1, ആ വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടും. 2, ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുണ്ടാകും. 3, ആ വീട് എത്ര ചെറുതാണെങ്കിലും ആ വീട്ടിന്റെ ഉള്ളിൽ അള്ളാഹു സമാധാനവും സ്വസ്ഥതയും കൊടുക്കും. 4, ആ വീട്ടിൽ എത്ര കഷ്ടപ്പാടാണെങ്കിലും ആ കഷ്ടപ്പാടിൽ നിന്ന് അവരെ ഏറ്റവും വലിയ ബറക്കത്തിന്റെ വിശാലതയിലേക്ക് അള്ളാഹു കൊണ്ടുവരും. ഏത് വീടാണ്? ഖുർആൻ ഓതുന്ന വീട്. അപ്പൊ നമ്മുടെ വീട് ഖുർആൻ ഓതുന്ന വീടാണെങ്കിൽ അതിന്റെ നന്മകൾ നമ്മളിലുണ്ടാകും, നമ്മുടെ മക്കളിലുണ്ടാകും, നമ്മുടെ വീട്ടിലുണ്ടാകും. അതിന്റെ എല്ലാ നന്മകളും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നവരായി മാറുകയുള്ളൂ എന്ന ബോധവും ബോധ്യവും നമുക്കുണ്ടാകണം. അങ്ങനെ വളർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.